തനിക്ക് വേണ്ടതായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളൊന്നും തനിക്ക് ഇല്ല. താൻ ഒരുപാട് അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ ഒരിക്കൽ ആ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് വളരെ ഭാരത്തോട് താൻ പറയുകയുണ്ടായി, എനിക്ക് അത് സ്വന്തമായ വസ്തുവകകൾ വേണം എന്ന് താൻ ആവശ്യപ്പെട്ടതനുസരിച്ച് രാജാവ് തന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ദൈവത്തിന് സ്തോത്രം, അത് രാവിലെ മുതൽ വൈകിട്ട് വരെയും അത് നിന്നാൽ ഓടി പിടിക്കാവുന്ന അത്രയും സ്ഥലങ്ങൾ ഓടി പിടിച്ചാൽ ഇപ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം ആകുമ്പോൾ അസ്തമിക്കുന്നതിന് മുമ്പ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരണം. തനിക്ക് വളരെയേറെ ഈ കാര്യം തൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയുണ്ടായി. താൻ രാവിലെ മുതൽ ഓടുവാൻ തുടങ്ങി. ഓടി ഓടി ഉച്ചയായപ്പോൾ ഏക്കർ കണക്കുള്ള സ്ഥലം താൻ പിടിച്ചു കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞു പിന്നീടും തനിക്കത് പോരാ എന്ന് തോന്നി. കാരണം ഇനിയും സമയമുണ്ടല്ലോ. ഉച്ച തൊട്ട് വൈകിട്ട് വരെ തൻ്റെ ഓട്ടം തുടരുവാനിടയായി തീരുന്നു. ഇങ്ങനെ ഓടി ഓടി സന്ധ്യാസമയമായി. രാജാവ് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തിരികെ കൊട്ടാരത്തിലെത്തണം. ഈ കാര്യം തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ഓട്ടം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. എത്ര ദൂരം ഓടിയോ അത്ര ദൂരം തിരിച്ചു ഓടി അത് കൊട്ടാരത്തിലേക്ക് താൻ വരയണം. അതുകൊണ്ട് സമയം വൈകിയത് കൊണ്ട് തൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് അല്പം കൂട്ടി. കാരണം ഇതൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. ഇത്രയും ഓടി പിടിച്ചതായ സ്ഥലം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് താൻ വിചാരിച്ചുകൊണ്ട് വളരെ വേഗതയിൽ ഓട്ടം തുടങ്ങി. ഓടി 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 കൊട്ടാരത്തിൽ വന്ന് എത്തി. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. രാജാവിൻ്റെ മുമ്പിലേക്ക് വന്ന് ദൈവത്തിന് സ്തോത്രം, താൻ ഇത്രയും ദൂരം ഓടി എന്നുള്ളത് താൻ ബോധ്യപ്പെടുത്തുന്ന സമയം പെട്ടെന്ന് തനിക്കൊരു അബോധാവസ്ഥയുണ്ടായി. താൻ ഓടി വന്ന് രാജാവിൻ്റെ മുമ്പിൽ വീണ് മരിക്കുവാനിടയായി തീരുന്നു. രാജാവ് തൻ്റെ അടുത്തുള്ളതായ ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവിടെ ഒരു 6 അടി മണ്ണ് കൊടുത്തേക്കണം സ്വന്തമായിട്ടിരുന്ന്. രാവിലെ മുതൽ വൈകിട്ട് വരെയും ഓടി അധ്വാനിച്ച് പിടിച്ചതായ ഒന്നും തനിക്ക് നേടുവാൻ സാധിച്ചിട്ടില്ല. അവസാനം തനിക്ക് കിട്ടിയത് ഒരു 6 അടി മണ്ണ് മാത്രമാണ്. അത്ര മാത്രമേ തൻ്റെ ഓട്ടത്തിൻ്റെ അവസാനത്തിൽ തനിക്ക് നേടുവാൻ സാധിച്ചത്. പ്രിയരെ, ഈ ലോക ജീവിതം ഇത്തരം മാത്രമാണ്. നിങ്ങൾ എത്രമാത്രം ഓടി പിടിച്ചിട്ടുണ്ടെങ്കിലും ലോകത്തിലായിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സൗഖ്യമുള്ളപ്പോൾ, ബലമുള്ളപ്പോൾ ദൈവത്തിന് സ്തോത്രം, മനുഷ്യന് ദൈവം വേണ്ട. ദൈവം ആരാണെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് രക്ഷിക്കപ്പെടണം? എന്താണ് ഈ ദൈവിക അനുഭവം? ഇതിനെ സംബന്ധിച്ച് അറിയാത്തവരായി മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്താണ് മരണാനന്തര ജീവിതം? മരണത്തിനപ്പുറമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി പറയുകയാണ്. ഞാൻ ഈ ദൈവത്തെ അറിയാത്തതായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതായി ഈ ആത്മീയമായ കൂട്ടായ്മയിൽ സത്യത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യന്റെ ജീവിതത്തിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ അഥവാ മനുഷ്യന്റെ സൃഷ്ടി മുതൽ ആരംഭിച്ചതായി ഒന്നാണ്. എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്ന് യാഥാർത്ഥ്യം അത് വേദപുസ്തകം വായിച്ച് നാം പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായിട്ട് മനുഷ്യന്റെ മരണത്തെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചും ലോകത്തിൽ മനുഷ്യർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. മരിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ വ്യത്യസ്തമായ നിലയിൽ അവൻ ജന്മം പ്രാപിച്ച് മടങ്ങി വരും എന്നതായ ഒരു ചിന്താഗതി മനുഷ്യ ഹൃദയങ്ങളിൽ ആദ്യം മുതലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കും നല്ലതായിട്ട് അറിയാം, മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അനന്തരമായിട്ട് ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് ഒരു പുനർജന്മം അവർക്ക് ലഭിക്കും. അത് തിരിച്ചറിയുവാനായിട്ട് വീടുകളിൽ അതിനു വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്ത് മറ്റുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിരിക്കും. എന്നിട്ട് പറയും ഇന്നതായി മാറി എന്ന് പറയുന്നതായ സമയങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഒരിക്കലും അതല്ല എന്ന് ബൈബിളിൽ നിന്നും കൂടെ മനസ്സിലാക്കുവാൻ
മനസ്സിലാക്കി ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചുരുക്കമായി ഞാൻ ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മനുഷ്യനെ സംബന്ധിച്ച് ആദ്യമായി എല്ലാവരും അറിഞ്ഞിരിക്കണം, ഇവിടെ കടന്നു വന്നിരിക്കുന്ന വ്യക്തികളിൽ 3 വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഒന്ന് ഈ കാണുന്നതായ ശരീരം എന്ന് പറയും, ദൈവത്തിന് സ്വന്തം. മറ്റൊന്ന് മനുഷ്യന്റെ ഉള്ളിൽ ദൈവം തന്നതായ ശ്വാസമുണ്ട്, ദൈവം തന്നതായ ആത്മാവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ മനുഷ്യൻ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് ബൈബിൾ പറയുകയാണ്. മനുഷ്യൻ വിചാരിക്കുന്നത് ഇന്നത്തേതായ നിലയിൽ മനുഷ്യന്റെ ശരീരം, അവന്റെ സാഹചര്യങ്ങൾ, അവന്റെ ചുറ്റുപാടുകൾ, അവന്റെ വിദ്യാഭ്യാസം, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവൻ വിചാരിക്കുന്നത് എന്തോ ഒരു കൂടിയ വസ്തു കൊണ്ട് അവൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ അതിന് വ്യക്തമായി പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യനെ നിലത്തിലെ പൊടി കൊണ്ടാണ് ദൈവം നിർമ്മിച്ചത്. ഇപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവം നിർമ്മിച്ചതായ ഒന്നാണ്. ദൈവത്തിന് സ്വന്തം. ഇത് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി ബൈബിളിലുണ്ട്. ചില വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും ഇതെല്ലാം നാം വായിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു? മനുഷ്യൻ വിചാരിക്കാറുണ്ട് പലതും. ദൈവത്തിന് സ്വന്തം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തിന് സ്വന്തം അത് വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു പല രീതിയിലും മനുഷ്യന്റെ ശരീരത്തിൽ ഇന്നതുണ്ടെന്നൊക്കെ കണ്ടെത്തലുകളുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് നിലത്തിലെ പൊടി കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. ദൈവത്തിന് സ്വന്തം. നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവം നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ തന്റെ ശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി മാറി. ഞാൻ ആദ്യമായി പറയുവാൻ ഉദ്ദേശിക്കുന്നത്, മരിക്കുമ്പോൾ മരണാനന്തരം എന്ത് ശരീരത്തിന് സംഭവിക്കുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവ് എവിടെ പോകുന്നു, ദൈവം തന്നതായ ശ്വാസം, ആ ജീവൻ, അതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്ന് ലോകത്തിൽ പല അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിനെ സംബന്ധിച്ച് പലരും പല രീതിയിലുള്ളതായി വ്യാഖ്യാനങ്ങൾ പറയാം. എന്നാൽ ബൈബിളിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത്, മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ശരീരം നിലത്തിലെ പൊടി കൊണ്ട് എടുത്തതായതുകൊണ്ട് അത് പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചിട്ട് 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. 3-ന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ആദ്യമായിട്ട് 2-ന്റെ 7-ാം വാക്യം വായിച്ചാൽ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലത്തിലെ പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി. ദൈവത്തിന് സ്വന്തം. അതുകൊണ്ട് 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 19-ാം വാക്യത്തിൽ വായിച്ചാൽ പറയുകയാണ്, അവൻ പൊടിയിൽ നിന്ന് എടുത്തത് കൊണ്ട് അവൻ പൊടിയിലേക്ക് എന്ത് ചെയ്യും? തിരികെ ചേരും. അതുകൊണ്ടാണ് ഈ ശരീരം നാം നിലത്തിൽ കൊണ്ട് കുഴിച്ചിടുന്നത്. ഇത് പൊടിയിലേക്ക് തിരികെ ചേരുകയാണ്. എപ്പോഴാണ് അത് കുഴിച്ചിടുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൽ ദൈവം തന്നതായ ആത്മാവും ജീവനും വേർപെട്ട് കഴിയുമ്പോൾ മരണം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. എന്താണ് മരണം എന്ന് ചോദിച്ചാൽ, ശരീരത്തിൽ ആയിരുന്നതായ ആത്മാവും ജീവനും വിട്ടുപോകുമ്പോൾ ശരീരത്തിൽ മരണം സംഭവിക്കുകയാണ്. ഇവിടെ കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുവാൻ വേണ്ടിയാണോ ദൈവം ഇങ്ങനെ നിർമ്മിച്ചത്? ഒരിക്കലും അല്ല. എല്ലാവരും വിചാരിക്കുന്നത് മനുഷ്യന്റെ ജീവിതം മരിച്ചു കഴിയുമ്പോൾ ലോകം കൊണ്ട് അവസാനിക്കുന്നതാണ്. ഒരിക്കലുമല്ല. ക്രിസ്തു ലോകത്തിൽ വന്ന് 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. ബൈബിൾ പറയുന്നു ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്വന്തം. ദൈവമക്കളുടെ പ്രത്യാശ അത് തന്നെയാണ്. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമായ ഒരു കൂടാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തേക്ക് മാത്രമാണ്. ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ഏറിയ കാലങ്ങൾ ഭൂമിയിൽ ജീവിക്കാമെന്ന് മനുഷ്യൻ ചിന്തിക്കാറുണ്ട്. അവരെ സംബന്ധിച്ച് മൂഢന്മാർ എന്നാണ് ബൈബിൾ പറയുന്നത്. ഏത് സമയത്തും മനുഷ്യന് മരണം സംഭവിക്കാം.
ഈ അടുത്ത സമയം പത്രമെടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മരണത്തിൻ്റെതായ അതേ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം തരത്തിൽ മനുഷ്യൻ മരിച്ചു. അടുത്ത സമയത്ത് കൊറോണ രോഗം വന്നപ്പോൾ എത്രയോ ലക്ഷക്കണക്കായ മനുഷ്യർ ലോക രാജ്യങ്ങളിൽ എങ്ങും മരിച്ച് വീഴുവാനിടയായി തീരുന്നു. സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ കുടുംബാംഗങ്ങളെയോ അവൻ്റെ അടുത്ത് ചെന്നിരുന്ന് കരയുവാനോ വിലപിക്കുവാനോ അടക്കുവാനോ മനുഷ്യനില്ലായിരുന്നു. JCB കൊണ്ടുവന്നിട്ട് അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയും ദൈവത്തിന് സ്തോത്രം വലിയ വീതിയുള്ളതായി കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഡെഡ് ബോഡി JCB കൊണ്ട് എടുത്ത് അതിനിട്ട് മണ്ണിട്ട് മൂടുന്നതായി കാഴ്ചകൾ നമ്മളെല്ലാം കണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ. ലോകത്തില് എന്തുണ്ടെങ്കിലും ഒരു ദിവസം മനുഷ്യൻ മരിക്കും. മരിക്കുമ്പോൾ അവന്റെ ശരീരം നിലത്തിലെ പൊടി കൊണ്ട് നിർമ്മിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നവരും നിലത്തിലെ പൊടിയിലേക്ക് അവൻ തിരികെ ചേർന്നത് കാണുന്നു. അവസാനം ഒരു കൈ മണ്ണെടുത്ത് ഇട്ടിട്ട് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. അതൊരു ചടങ്ങായിട്ടോ അല്ലാതെ നമ്മൾ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം മനുഷ്യൻ നിലത്തിലെ പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ആഴമായി നാം അത് പഠിക്കണമെങ്കിൽ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചാൽ, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പൊടി പണ്ട് ആയിരുന്ന സ്ഥലത്തേക്ക് തിരികെ ചേരും. ഞാനിങ്ങനെ ഒരു സംഭവം വായിക്കുകയുണ്ടായി. ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഭൂമി പറയുകയാണ്, ഒരു മനുഷ്യൻ അത് ഒരുപാട് വസ്തുക്കളെ അല്ലെങ്കിൽ മണ്ണ് വില കൊടുത്ത് വാങ്ങുന്നു. അവൻ പറയുകയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇതൊക്കെ എന്റെയാണെന്ന് അവൻ അവകാശപ്പെടുന്നു. ഞാൻ ഇത്ര ഏക്കർ സ്ഥലം വാങ്ങിച്ചു, ആ മണ്ണ് എനിക്കുള്ളതാണ്. ഇന്ന സ്ഥലത്ത് ഇത്ര ഏക്കർ ഭൂമി എനിക്കുണ്ട്, ആ മണ്ണ് എൻ്റെ പിതാക്കന്മാരായിട്ട് അവരുടേതായ സ്വത്തും അവരുടേതായ പാരമ്പര്യമായിട്ട് എനിക്ക് ഉള്ളതാണ്. ഈ മണ്ണും ഇതെല്ലാം എനിക്കുള്ളതാണെന്ന് അവൻ അവകാശപ്പെടുമ്പോൾ ഒരിക്കൽ മണ്ണ് തിരിച്ചു പറഞ്ഞു എന്നാണ്, ഒരു പൈസ പോലും കൊടുക്കാതെ ഒരു ദിവസം ഞാൻ നിന്നെ എന്ത് ചെയ്യും, വിലയ്ക്ക് വാങ്ങും. നീ കോടികൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് എന്നെ അവിടെയായിട്ട് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങുമ്പോൾ ഒരു പൈസ മുടക്കാതെ ഒരു ദിവസം ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങുന്ന ഒരു ദിവസമുണ്ട്, നീ എൻ്റെ കസ്റ്റഡിയിൽ വരും എന്ന് മണ്ണ് പറയുന്നത് കേൾക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഒരു സംഭവം ഒരു ലേഖനത്തിൽ ഒരു വ്യക്തി എഴുതി ചേർത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ ഒരു ദിവസം ഈ നിലം അല്ലെങ്കിൽ ഈ പൊടി വാങ്ങുവാൻ പോകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിളിലെ യാഥാർത്ഥ്യം അതാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം അത് നാം വായിച്ചതുപോലെ ഭക്തനായ യോബ് 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് ഡസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പൊടി എന്നതായ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുകൂടെ വായിച്ചാട്ട് 33-ന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വായിക്കും. എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഭക്തന്മാർക്ക് നല്ല വെളിപ്പാടുണ്ടായിരുന്നു. ഇത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല. ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച് ആ കാലങ്ങളിൽ അറിയപ്പെടുന്നതായ ഒരു സമ്പന്നനായി ജീവിച്ച ഭക്തനായ യോബ് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, എന്നെയും ദൈവം മണ്ണുകൊണ്ട് നിർമ്മിച്ചു. പ്രശംസിക്കാൻ ഒന്നുമില്ല പ്രിയമുള്ളവരെ. ശ്വാസം നിലച്ചു പോയാൽ ദൈവം തന്നതായ ജീവൻ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ ഇതുപോലുള്ളതായ ഒരു ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവും ജീവനും വേർപെട്ട് കഴിഞ്ഞപ്പോൾ ഈ ശരീരം നിശ്ചലമായി കിടക്കുന്നു. കാണുവാൻ കഴിയുന്നില്ല, കേൾക്കുവാൻ കഴിയുന്നില്ല, സംസാരിക്കുവാൻ കഴിയുന്നില്ല. അനേക അടക്ക ശുശ്രൂഷയെ സംബന്ധിച്ചതായ ഒരു മാതാവാണ് ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഇത് മണ്ണുകൊണ്ടുള്ളതായ ശരീരം മാത്രം ഇവിടെ ആയിരിക്കുന്നു. ആത്മാവും ജീവനും പോകേണ്ട സ്ഥലത്ത് പോയി ചേർന്നു. അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഒന്ന്, മരിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടത് കൊണ്ട് അത് പൊടിയിലേക്ക് തിരികെ ചേർന്നു. രണ്ടാമതായിട്ട് തിരുവെഴുത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി മാറ്റപ്പെട്ടു. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ശരീരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നിലത്ത് പൊടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. തന്റെ ജീവനുള്ള ശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായിട്ട്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ നഷ്ടപ്പെടാത്തതായ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിനാണ് നിത്യതയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ ശ്വാസം എവിടെയാ പോകുന്നത്? ഈ ശ്വാസം എങ്ങോട്ട് തിരികെ പോകുന്നു? അല്ലെങ്കിൽ ആ ജീവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലും. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് നാം ആരും മറന്നു പോകരുത്. നമ്മൾ എത്ര മിടുക്കന്മാരാണെങ്കിലും ശ്വാസം ദൈവം തിരിച്ചു ചോദിച്ചാൽ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും, ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് അണങ്ങാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ പറയുന്നത് അറ്റാക്ക് വന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അറ്റാക്ക് എന്ന് പറയുന്നത് ശ്വാസമുട്ടലുണ്ടായി, ശ്വാസം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാനോ അത് ആ മനുഷ്യന് സാധിക്കാത്തതായ ഒരു അവസ്ഥയുണ്ടായി, ബ്ലോക്ക് ഉണ്ടായി, ശ്വാസം അകത്ത് കയറി പുറത്തേക്ക് പോകുവാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അതാണ് അറ്റാക്ക് എന്ന് പറഞ്ഞ് അത് ശാസ്ത്രലോകം നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം തന്ന ശ്വാസം ദൈവം തിരികെ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇത് ദൈവം തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിന് പ്രത്യേകമായ എന്തെങ്കിലും ഒരു പവർ അല്ലെങ്കിൽ ഒരു മോട്ടറോ മറ്റുള്ള സംവിധാനങ്ങൾ ഘടിപ്പിച്ച് ഇത് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ഒന്നല്ല. നമ്മുടെ ശരീരത്തെ ഒന്ന് നമ്മൾ നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം തന്നതായ ശ്വാസം ഇത് ശരീരത്തെ മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് മനുഷ്യൻ കൃത്രിമമായിട്ട് പലതും കണ്ടെത്തുന്നു, എന്നാൽ ആരുടെയും ജീവനെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ അതിലേക്ക് തിരികെ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. 2-3 വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഈ ജീവൻ ശ്വാസം ദൈവത്തിന്റെ പക്കലാണുള്ളത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ കസ്റ്റഡിയിലുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, ആർക്കും മരണത്തിന്മേലെ അധികാരമില്ല. അത് കടക്കുവാൻ അല്ലെങ്കിൽ അതിനെ തടയുവാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. എത്രയോ ഹോസ്പിറ്റലുകൾ, എത്രയോ മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിൽ തന്നെ എണ്ണപ്പെടുന്നതായ ചില മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിയാൽ എന്തുമാത്രം മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. എന്നാൽ മരണത്തിന്റെ സംഖ്യ കുറഞ്ഞോ, രോഗം കുറഞ്ഞോ? ഇതെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കാൻ മനുഷ്യൻ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ളതായ ബഹുനില കെട്ടിടങ്ങളൊക്കെ ദൈവത്തിന് സ്വന്തം വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യന്റെ രോഗത്തിന് ശമനമുണ്ടാകും, മനുഷ്യന് ദീർഘനാൾ ജീവിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഒരു ഭാഗത്ത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ബൈബിളിന്റെ യാഥാർത്ഥ്യത്തിന്റെ നിവർത്തിയും കൂടെയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ വിൽക്കുവാൻ മാർക്കറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നതായ പ്രവചനത്തിന്റെ നിവർത്തിയായിട്ട് ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ കടന്നു പോകുമ്പോൾ മനുഷ്യന് വേണ്ടതായ അവയവങ്ങൾ അത് പണം കൊടുത്താൽ അവന് കിട്ടും. അത് അങ്ങനെയുള്ളതായ സംവിധാനത്തിലേക്ക് ലോകം മടങ്ങിക്കൊണ്ടിരിക്കുന്നു. വായിച്ചു നോക്കാം. ദൈവത്തിന് സ്തോത്രം. 5-23-ാം വാക്യം ദാനിയേൽ പ്രവചനം 42-ന്റെ 5-ാം വാക്യം അത് വായിച്ച് ഒന്ന് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. വേഗം വായിച്ചാൽ. സ്വർഗ്ഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ യാഗത്തിന്റെ പാത്രങ്ങളെ അവൻ തിരുമുൻപിൽ കൊണ്ടുവന്നു. തിരുമേനി മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണുവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിന്നുള്ളതായ അല്ലെങ്കിൽ ദൈവമാണ് ഈ മനുഷ്യന് ശ്വാസം നൽകുന്നത്. ഒന്നുകൂടെ 42-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ യെശയ്യാ പ്രവാചകൻ അത് വ്യക്തമായി പറഞ്ഞു തരുന്നു. 42-ന്റെ 5-ാം വാക്യം വായിക്കും. അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന്റെ ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം. ശ്വാസം കൊടുക്കുന്നത്, പ്രാണനെ കൊടുക്കുന്നത് ദൈവമാണെന്ന് ബൈബിൾ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം തന്നതായ ഒരു ശ്വാസമുണ്ട്. നിന്നുപോയാൽ അണങ്ങത്തില്ല. എത്ര വലിയ വാശി പിടിക്കുന്നവരാണെങ്കിലും, എത്ര മനുഷ്യരെ ഭീഷണിപ്പെടുത്തുന്നവരാണെങ്കിലും ശ്വാസം നിലച്ചു പോയാൽ അവിടെ നിന്ന് പിന്നീട് അവസാനം കുറിക്കുകയാണ്.
വൈദ്യന്മാർക്കോ മറ്റുള്ളവർക്കോ പരിഹരിക്കാൻ പറ്റുകയില്ല. കാരണം ഈ ശ്വാസം ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുന്നു, അഥവാ ജീവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ ഇത് തിരുവെഴുത്തിൽ ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തുടങ്ങി നാം വായിക്കുമ്പോൾ, പൊടി പണ്ട് ആയിരുന്നപ്പോൾ പൊടിയിലേക്ക് തിരികെ ചേരുമ്പോൾ, അടുത്തത് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ജീവൻ എന്നതായ വാക്കും കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ജീവൻ ദൈവത്തിലേക്ക് തിരികെ ചേരുന്നു. ജീവനും ശ്വാസവും നൽകിയത് ദൈവമാണ്. അപ്പോൾ ശരീരം പൊടിയിലേക്ക് മടങ്ങി ചേരുമ്പോൾ ജീവൻ അഥവാ അവന്റെ ശ്വാസം തിരികെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിന് എന്ത് സംഭവിക്കും? അതാണ് ചോദ്യം. അതിനാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ മുഴു ലോകത്തെ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ശരീരത്തിലെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിൽ ഒരുപക്ഷെ മരണത്തിൽ മനുഷ്യൻ മരിക്കുവാൻ വേണ്ടി ചിലപ്പോൾ രോഗത്തിൽ അവൻ മരിക്കാം, അല്ലെങ്കിൽ സുഖത്തോടിരിക്കുന്ന എത്ര പേർ മരിക്കുന്നു. ദൈവത്തിൽ സ്വന്തം ആരോഗ്യമുള്ളവർ എത്ര പേർ മരിക്കുന്നു. എത്രയോ ശരീരം വേണ്ടതുപോലെ സംരക്ഷിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നു. മരണം എല്ലാവർക്കും നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൽ അത് തടയുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്വന്തം ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നാം വളരെ ശ്രദ്ധയേറിയ അല്ലെങ്കിൽ കാര്യം നാം ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവുണ്ട്. ഇപ്പോൾ ഈ ശരീരം ജീവൻ, ഈ ശരീരത്തിൽ ജീവനും ശരീരത്തിൽ ആത്മാവും ജീവനും ഉണ്ടായിരുന്നു. ജീവനും ആത്മാവും ഇപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് പോയി. ശരീരം ഇവിടെ ആയിരിക്കുന്നു, ജീവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയി. ആത്മാവ് ഇവിടെ പോയി. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ നമുക്ക് അതിന് വ്യക്തമായി മറുപടി പറയുകയാണ്. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഒരു സംഭവം എടുത്തു പറഞ്ഞിട്ട്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് എവിടെ പോകുന്നു എന്നുള്ളത് ലൂക്കോസ് എഴുതിയ സുവിശേഷം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി ബൈബിൾ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ നല്ലതായിരിക്കും. 2 മനുഷ്യർ ഭൂമിയിൽ മരിക്കുന്നു. ഒന്ന് സമ്പന്നനായിരുന്നു, മറ്റൊന്ന് ഒരു പാവപ്പെട്ടനായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, പാവപ്പെട്ടവന് മരണമുണ്ട്, സമ്പന്നനും മരിക്കും. എല്ലാവരും മരിക്കും. ദൈവത്തിന് സ്തോത്രം. ചരിത്രമെടുത്ത് പഠിച്ചു നോക്കിയാൽ എത്ര രാജാക്കന്മാർ മരിച്ചു, എത്ര മന്ത്രിമാർ മരിച്ചു, എത്ര ചക്രവർത്തിമാർ മരിച്ചു, എത്ര ലോകത്തിൽ പ്രസിഡന്റുമാർ മരിച്ചു. അമേരിക്കയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ, ഇന്ത്യയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ, ലോക രാജ്യങ്ങളുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ എത്ര പേർ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. മരണത്തിന്റെ നീണ്ട ഒരു ലിസ്റ്റ് നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കും. അവരുടെ അധികാരം കൊണ്ടോ, പദവി കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, അവരുടെ കഴിവ് കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ മരണത്തെ മറികടക്കുവാൻ ഇന്നേ വരെയും ഒരു മനുഷ്യനെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും അത് സാധ്യമാകുകയില്ല. അങ്ങനെയാണെങ്കിൽ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുമ്പോൾ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് 2 പേർ മരിച്ചു. ഒന്ന് ധനവാൻ, മറ്റൊന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ. മരിച്ചപ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിന് സ്തോത്രം. ഈ അമ്മ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ചിത്രം ഈ ബൈബിളിൽ നാം വരച്ച് കാണിച്ചിട്ടുണ്ട്. ഈ അമ്മ മരിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ മാതാവിന്റെ, ഈ പ്രിയ അമ്മയുടെ ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവിനെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് വിശ്രാമ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കാൻ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റും. നമ്മുടെ പ്രത്യാശ അത് തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതെ, അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഈ കാണുന്ന ശരീരം ദൃഢത്വമുള്ളതാണ്, ഇത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ നഷ്ടപ്പെടാത്തതായ ഒരു ശരീരം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഈ പ്രിയ മാതാവിനെ ഒരുക്കിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. മക്കളുടെ സാക്ഷ്യം അതായിരുന്നു. ഞങ്ങളുടെ അമ്മ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അമ്മയെ കാണാം. എങ്ങനെ കാണാം? ശരീരം ഇവിടെയല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ അമ്മയെ കാണുന്നത്? ദൈവത്തിന് സ്വന്തം ജീവനില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ അമ്മയെ കാണുന്നത്? ബൈബിൾ പറയുന്നു, വ്യക്തമായ ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ചില സത്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ലാസർ മരിച്ചു, ധനവാനും മരിച്ചു.
ഒരു വ്യക്തിയുടേതായ ആത്മാവിനെ വിശ്രാമ സ്ഥലത്തേക്ക് ദൂതന്മാർ കൊണ്ടുപോയപ്പോൾ, ഈ ധനവാനായ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പാതാളത്തിലേക്ക് അഥവാ യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ബൈബിളിലെ വാക്കുകൾ ഒരിക്കലും മാറുന്നതല്ല. ഞാൻ പലരുടെയും മരണസമയത്ത് അവരുടെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ അവസാന സമയത്ത് പ്രാർത്ഥിച്ച് അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടതായ ഒരു മരണം എന്നെ ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു മരണമായിരുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ മൂന്നാറിലാണ് ജനിച്ചു വളർന്നത്. ഇവിടെയുള്ളവർക്ക് ഏകദേശം അറിയാം. അവിടെയൊക്കെ ദൈവത്തിന് സ്തോത്രം, എല്ലാ ആ പ്രദേശത്തിൽ പാർക്കുന്നവർ തമ്മിലുള്ളതായ ബന്ധങ്ങളും ആ ഒരു സ്നേഹവും ഐക്യതയും വളരെയേറെ നല്ലൊരു അനുഭവങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എല്ലാവരും ഓടിക്കൂടും. അപ്പോൾ ഒരു പിതാവ് മരണത്തിന്റെ ആസന്നതയിൽ കിടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിന്റെ തൊട്ടടുത്തായതുകൊണ്ട് രാത്രി ഒരു ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഞങ്ങൾ ഓടിക്കൂടിയപ്പോൾ എനിക്ക് അന്ന് ഏകദേശം ഒരു 10-12 വയസ്സ് കാണാൻ, അത്രയേ ഉള്ളൂ, അതിന് കൂടുതലില്ല. ഞാൻ അവിടെ ചെന്നു. വീട്ടുകാർ വഴക്ക് പറയെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ മരണത്തിന് വേണ്ടി ഒരു മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടിരിക്കും. ജീവിച്ചപ്പോൾ ദൈവത്തെ അറിഞ്ഞില്ല, ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ല. ആ കുടുംബാംഗങ്ങൾ ദൈവത്തെ അറിഞ്ഞവരും ദൈവഭക്തരായി അവർ ജീവിച്ചതായ ഒരു കുടുംബത്തിൽ തന്നെ ഒരിക്കലും താൻ ദൈവത്തെ അറിയാതെ തനിക്ക് വായി വരുന്നതായ രീതിയിൽ സംസാരിച്ച് ദൈവത്തെയും കുറ്റം പറഞ്ഞ് കുടുംബാംഗങ്ങളെയും കുറ്റം പറഞ്ഞ് അവർക്കെതിരായിട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെയൊക്കെ മുൻപോട്ട് പോകുന്ന ഒരു സമയത്ത് തന്നെ മരണത്തിന്റെ ശക്തി പിടികൂടി. അപ്പോൾ താൻ മരണത്തിന്റെ മുൻപിൽ വന്നപ്പോൾ ഭയങ്കരമായ ഒരു ഒച്ച, ഭയങ്കരമായ ഒരു നിലവിളി, ഭയങ്കരമായി തന്റെ മുഖഭാവത്തിന് ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ട് താൻ എന്തിനെയോ ഭയപ്പെടുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ട കാര്യമാണ്. എന്തിനെയോ താൻ ഭയപ്പെടുന്നു, എന്തോ തന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. തനിക്ക് പോകാൻ മനസ്സില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. എന്റെ വാക്കുകൾ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവസാന സമയത്ത് നിന്ന് ചിന്തിച്ച് മരണത്തെ മറികടക്കാമെന്ന്, അതിനപ്പുറമായി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് വ്യർത്ഥമായ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യന്റെ മുഖഭാവം മാറി, തന്റെ ശബ്ദത്തിന് മാറ്റമുണ്ടായി. തനിക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നതായ ആഗ്രഹം ഉണ്ടായെങ്കിലും തനിക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ അതെല്ലാം താൻ നഷ്ടമാക്കിയത് കൊണ്ട് വളരെ ദയനീയമായ അവസ്ഥയിൽ നിലവിളിച്ചുകൊണ്ട് താൻ ഈ ലോകത്തോട് വിട പറഞ്ഞതായ ആ സംഭവം എന്റെ ചെറിയ പ്രായത്തിൽ കണ്ടത് എന്റെ മനസ്സിനെ ചിന്തിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിച്ചു എന്തായിരിക്കും അതിന്റെ കാരണം. പിന്നീടാണ് എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുവാനായിട്ട് ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നു. ഒരു ദൈവഭക്തന്റെ മരണസമയത്ത് അതുകൊണ്ടാണ് അവൻ പാടുന്നത്, എന്നെ ഏൽക്കുവാനായി ദൈവദൂതൻ വരുന്നു, എന്നെ ദൈവത്തിന്റെ ദൂതന്മാർ വരുമ്പോൾ പുഞ്ചിരിയോടുകൂടെ അവർക്ക് ദൈവം ഒരുക്കുന്നതായ അവകാശത്തെ കണ്ടുകൊണ്ട് ഭക്തന്മാർ യാത്ര തിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവരാണ്. നമ്മെ വിട്ട് ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ട ബഹുമാനപ്പെട്ട ചാക്കോ അപ്പച്ചന്റെ അവസാന മരണ സമയമായപ്പോൾ തലേ ദിവസം രാത്രിയൊക്കെയും ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം തൻ്റെ അടുക്കലിരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും തൻ്റെ അവസാനത്തെ സംബന്ധിച്ച് നല്ല ബോധ്യം തനിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കാരക്കൽ ജോസച്ചാൻ അന്ന് വൈകിട്ട് വന്നിട്ട് കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ആ ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MT തോമസ് അപ്പച്ചൻ പിറ്റേ ദിവസം രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരക്കൽ ജോസച്ചാൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എടാ, തോമാച്ചൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അതെ ചാക്കോച്ചൻ യാത്ര തിരിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയുകയുണ്ട്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു.
എൻ്റെ കൂടെ ആയിരിക്കുന്ന സഹോദരങ്ങൾക്ക്, സഹപ്രവർത്തകർക്ക് അത് അറിയാം. അവരെല്ലാം ദൃക്സാക്ഷികളാണ്. അന്ന് രാത്രിയെല്ലാം അവിടെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ വന്നു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പാസ്റ്റർ തന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അത് പ്രാർത്ഥിച്ചു. അടുത്തതായിട്ട് ചീഫ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ താൻ ലോകത്തോട് യാത്ര പറഞ്ഞ് നിത്യത്തിലേക്ക് കടന്നുപോയി. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, യാഥാർത്ഥ്യമാണ്. ഭയമില്ല, നിലവിളിയില്ല. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ദൂതന്മാർ ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ കടന്നു വന്നിരിക്കുകയാണ്. പോയി കഴിഞ്ഞാൽ രക്ഷയില്ല പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീട് തോറും ലഘുലേഖ കൊണ്ട് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ദൈവത്തെ അറിയുവാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. ഇതിന് ഞങ്ങൾക്ക് പ്രത്യേകമായി ലോകത്തിൽ ഒന്നും ആരും തന്നിട്ടല്ല. ഞങ്ങളുടെ ജീവിതവും ഇതിനു വേണ്ടി സമർപ്പിച്ച് ഞങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകരുത്. അവർ അവസാനം മരണാനന്തരം നിരാശപ്പെട്ടു പോകരുത്. അവരെ ആത്മാവ് എന്നേക്കും നിത്യ നരകത്തിലേക്ക് പോകരുത് എന്നതായ ആഗ്രഹത്തോടുകൂടെ യേശുവിനെ അറിഞ്ഞപ്പോൾ ഈ ആഗ്രഹത്തോട് ഇറങ്ങി തിരിച്ചവരാണ്. അല്ലാതെ വേറെ ഒരു ചിന്താഗതിയല്ല. രണ്ട് കൈ കൂപ്പി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ അറിയാത്തവരാണെങ്കിൽ, ഈ സത്യം അറിയാത്തവരാണെങ്കിൽ, ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ അത് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. ലോകം കൊണ്ട് അവസാനിക്കുമ്പോൾ നിത്യത എവിടെയാണെന്ന് തീരുമാനിക്കുവാൻ അവസരം മുൻപിൽ തന്നിട്ടുണ്ട്. നഷ്ടമാക്കി കളയരുത്. രണ്ടുപേരുടെ ആത്മാവ് രണ്ട് സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അത് ദൈവത്തിന് സ്തോത്രം അച്ചായന്റെ കണ്ണ് തുറക്കുന്നത്. ഒരുപാട് അച്ചായന്മാരുടെ കണ്ണുകൾ തുറക്കാറില്ല. ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ലോകത്തിലെ സുഖവും സൗകര്യവും ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ മനുഷ്യന്റെ കണ്ണുകളെ കുരുടാക്കി ഇതാണ് സ്വർഗം, ഇതാണ് നിത്യം, ഇത് ഇവിടെയാണ് എല്ലാം ഉള്ളത്, ഇവിടെ ഒന്നും ഇല്ലാത്തവന് നരകത്തിൽ ജീവിതമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും അല്ല പ്രിയമുള്ളവരെ. ഭക്തനായ പൗലോസ് തന്റെ ഈ ലോകത്തിൽ എത്രയോ സമ്പത്തുണ്ടായിട്ട് ക്രിസ്തുവിനെ നേടേണ്ട കാര്യം വരുമ്പോൾ എല്ലാം ഛേദമെന്ന് എണ്ണി ചപ്പും ചവറുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ച് മുൻപോട്ട് പോയതായ ഒരു ഭക്തൻ പറയുകയാണ്, ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമം എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ ജീവിതത്തിൽ ലോകത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. സ്വന്തമായ സമ്പത്ത് ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, കുടുംബ പാരമ്പര്യം ഉണ്ടായിരുന്നു. എല്ലാം വിട്ടത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ ഏറെയായാൽ 80 വർഷം ജീവിതം മാത്രമേ ഉള്ളൂ. നിത്യത എന്ന് പറയുന്നത് ഒരിക്കലും വർഷങ്ങൾ കുറിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവിടേക്ക് പ്രിയമാതാവിനെ ദൈവം കൊണ്ടുപോയിരിക്കുകയാണ്. തന്റെ ആത്മാവ് അവിടെ പോകുവാനുള്ളതായ ഒറ്റ ഒരു കാരണം എന്താണെന്ന് അറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിൽ തന്റെ അവസാന തുള്ളി രക്തവും നൽകിക്കൊണ്ട് ആ രക്തത്തിൽ വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറയുന്ന ഏത് ഭാവിയെയും രക്ഷിക്കുന്നതായ യേശുവിന്റെ രക്തം കൊണ്ട് മാതാവ് വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് ഞാൻ എന്നെ 2 കരങ്ങളിൽ ഉയർത്തി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. ഇതാണ് ഈ ജീവിതത്തിന്റെ പ്രത്യേകത. സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം, സ്വസ്ഥത ഇല്ലാത്തവർക്ക് സ്വസ്ഥത നൽകിക്കൊണ്ട് ഈ ലോക ജീവിതം താൽക്കാലികമാണെന്ന് ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഈ പ്രിയ മാതാവ് രക്ഷിക്കപ്പെട്ടത്, യേശുവിനെ അറിയുവാൻ മുഖാന്തരമായി തീർന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അഥവാ വിശ്രാമ സ്ഥലത്തേക്ക്, പരദേശിലേക്ക് പോയി. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞ് ഈ ലോകത്തിൽ ജീവിച്ചതായ മനുഷ്യന്റെ ആത്മാവ് വിശ്രാമ സ്ഥലത്തിൽ പോകുന്നു. അത് ബൈബിളിന്റെ സത്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് 2-3 വാക്യങ്ങൾ അതിനെ സംബന്ധിച്ച് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ സമയം നമ്മുടെ മുൻപിൽ നമ്മെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. മരിക്കുമ്പോൾ ആത്മാവ് വിശ്രാമ സ്ഥലത്തേക്ക് പോകുന്നു. ജീവൻ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ ചേരുന്നു. ശരീരം ഭൂമിയിൽ നിന്ന് എടുത്തത് കൊണ്ട് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാത്ത ഒരു സംഭവമല്ല നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിന് ബഹുമാനത്തോടു കൂടി ഒരു അടക്ക ശുശ്രൂഷ നമ്മൾ നടത്തുന്നത് ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടായിട്ട് അല്ല. ജീവൻ ഉണ്ടെങ്കിൽ എന്നെ എല്ലാവരും ഇപ്പോൾ ഓടിച്ചു, അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മുടെ പേരിൽ ഏതെങ്കിലും കേസുകൾ എടുത്ത് നമ്മളെ അകത്താക്കി ജീവൻ ഉണ്ടെങ്കിൽ അടക്കാൻ പറ്റുകയില്ല. ജീവൻ തടയാൻ പറ്റത്തില്ല. ജീവൻ അത് എവിടെ നിന്ന് കിട്ടി അവിടേക്ക് തിരികെ പോകും. അപ്പോൾ മരണം നിശ്ചയിക്കപ്പെടില്ല. വൈദ്യന്മാർ വന്ന് പറയുന്നു, കൈ പിടിച്ച് പറയുന്നു, നമ്മളിങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയുന്നു, ശ്വാസം എന്ത് ചെയ്തു? നിലച്ചുപോയി അല്ലെങ്കിൽ നിന്നുപോയി. അത്ര മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം.
ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു നിത്യതയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ അവന്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതായിരിക്കണം. ലാസറുവിന്റെ ആത്മാവിനെ വിശ്രാമ സ്ഥലത്തേക്ക് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പരദേശിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മറ്റൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ യാതനാ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് കാര്യത്തിന് മാറ്റം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ബംഗ്ലാവും, ഇവിടെ കാറും ചുറ്റുപാടും ഇഷ്ടംപോലെ എല്ലാ സൗകര്യങ്ങളും, ദൈവത്തിന് സ്വന്തം ചുറ്റും തന്റെ കൂടെ നിൽക്കാനുള്ളതായ സഹപാഠികളും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെയും ഉണ്ട്. കാറുമില്ല, ബംഗ്ലാവില്ല, ദൈവത്തിന് സ്വന്തം സഹപാഠികളൊക്കെ ഉണ്ട്. എന്നാലും അവരും നിലവിളിച്ചുകൊണ്ട് കൂട്ടത്തിലിരുന്ന് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ളതായ ആഗ്രഹം കൊണ്ട് ഓരോട്ട് നോക്കിയപ്പോൾ കാറില്ല, ബംഗ്ലാവില്ല, ലോകത്തിൽ ഒരു ചുറ്റുപാടില്ല. ജീവിച്ച നാളുകളൊക്കെ ഈ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ജീവിച്ചു. അവന് കഷ്ടത മാത്രം, രോഗം മാത്രം. ലോകം വിചാരിച്ചു ഇവൻ ഏറ്റവും നരകത്തിന്റെ അടിത്തട്ടിൽ പോകേണ്ട വ്യക്തിയാണെന്ന്. എന്നാൽ അവിടെ ചെന്നിട്ട് ഈ മനുഷ്യൻ നോക്കിയപ്പോൾ അവൻ വളരെ സ്വസ്ഥമായ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് സുഖം അനുഭവിച്ച് സമാധാനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അവനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവത്തിന് സ്വന്തം അല്പമൊന്ന് വെള്ളം എനിക്ക് തരാം, എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ താൻ ചോദിച്ചു. അതിന്റെ മറുപടി ഇങ്ങനെയാണ്: നമുക്ക് തമ്മിൽ അടുക്കുവാൻ കഴിയാതെ വലിയൊരു പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റിയില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, താൻ നല്ലൊരു മനുഷ്യനാണ്. താൻ പറയുകയുണ്ടായി, എന്റെ സഹോദരങ്ങൾ ഭൂമിയിലുണ്ട്. അവന്മാരോട് ആര് പറഞ്ഞാലും, ഏത് സുവിശേഷകൻ ചെന്ന് പറഞ്ഞാലും, ദൈവത്തിന് സ്തോത്രം, ലോകത്തിൽ അറിയപ്പെടുന്നതായ അതേ പ്രവർത്തനങ്ങൾ നടത്തുന്നതായ വ്യക്തികൾ ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം, ഈ ലാസറിനെ ഒന്ന് അയച്ചിട്ട് എന്റെ കുടുംബാംഗങ്ങളോട് പറയണം, അവരാരും ഇങ്ങോട്ട് വരരുത്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഭയങ്കര സുഖം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണെന്ന് അവർ വിചാരിച്ചു. കാരണം ലോക ജീവിതത്തിൽ എനിക്ക് ഇത്രയും ചുറ്റുപാടുണ്ടായിരുന്നപ്പോൾ, ഇത്രയും സൗകര്യം ഉണ്ടായിരുന്നപ്പോൾ, എനിക്ക് നല്ല സുഖ സൗകര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് അവർ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അവർ ഇവിടെ വരാതിരിക്കാനായിട്ട് ഈ ലാസറിനെ ഒന്ന് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയുകയാണ്, അവിടെ മോശയും പ്രവാചകന്മാരുണ്ട്. എന്തിനാണ് ഞങ്ങൾ മരണസമയത്ത് ഈ ശുശ്രൂഷ ചെയ്യുന്നത്, വചനം പ്രസംഗിക്കുന്നത്? ആരും അങ്ങോട്ട് പോകരുത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയമുള്ളവര്. ഇത് ഒരു ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതല്ല, യാഥാർത്ഥ്യം ബൈബിളിൽ വിളിച്ചു പറയുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ മരണാനന്തരം ഇതാണ് സംഭവിക്കുവാൻ പോകുന്നത്. പ്രിയ മാതാവിന്റെ കണ്ണുകളെ തുറന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ മാതാവിന് ദൈവം നൽകിയ പ്രത്യാശയ്ക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവേ, ഈ മാതാവിന് നൽകിയ രക്ഷയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കുടുംബത്തെ യേശു രക്ഷിച്ചതിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരങ്ങൾ നിങ്ങളെ സമർപ്പിച്ചാട്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും കർത്താവ് നിങ്ങളെ പരിഹരിച്ച് സമാധാനം നൽകുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, സ്വസ്ഥത നൽകുന്ന ദൈവം. ഇത് മനുഷ്യന്റെ വാക്കുകൊണ്ട് പറഞ്ഞ് അറിയിക്കുവാൻ കഴിയുന്നതല്ല. സകല സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്വന്തം പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ ശുശ്രൂഷകളെ സംബന്ധിച്ച് ആരും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ ഏത് അനുഭവത്തിലുള്ളവരാണെങ്കിലും കർത്താവ് നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കട്ടെ, സമാധാനം നൽകട്ടെ, സ്വസ്ഥത നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടതായ ഈ പ്രിയ മാതാവിന്റെ കുടുംബാംഗങ്ങൾ, പ്രിയ പിതാവ്, അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ, സഭാവിശ്വാസികൾ തുടങ്ങിയവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, സമാധാനം